ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ATM കൗണ്ടറിന് മുന്നിലാണ്. ഇത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വർഷങ്ങളായി പൂട്ടിയിട്ട നിലയിലാണ് കിടക്കുന്നത്. SBIയുടെ ATM കൗണ്ടറാണിത്. ഇതിങ്ങനെ പൂട്ടിയിട്ടത് കൊണ്ട് തന്നെ റെയിൽവേ യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റു യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ATM കൗണ്ടർ പ്രവർത്തന സജ്ജമാക്കണം എന്ന ആവശ്യം ശക്തമാകുകയാണ്. ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പൈസ കിട്ടാറില്ല. നമുക്ക് പിന്നെ അവിടെ എവിടെയെങ്കിലും മെയിൻ സ്टेशनिलो एल्लम പോയിട്ട് വേണം പൈസ എടുത്തുകൊണ്ട് വരാൻ. इधर ATM नहीं है बोल के बहुत मुश्किल हो रहा है. ATM रहेगा तो पैसा निकालने के लिए सुविधा होगा. नहीं है बोल के बहुत परेशान होना पड़ता, उधर करनापल्ली जाना पड़ता पैसा निकालने के लिए. इधर स्टेशन में हो गए तो थोड़ा अच्छा होता है. പ്രതിദിനം 7000ഓളം യാത്രക്കാർ വന്നു പോകുന്ന സ്റ്റേഷൻ കൂടിയാണിത്. ഇവിടെ ഉണ്ടായിരുന്ന SBIയുടെ ATM കൗണ്ടർ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്നില്ല. കോവിഡിന് ശേഷം പല കാരണങ്ങൾ പറഞ്ഞാണ് ATM കൗണ്ടർ നിർത്തലാക്കിയത്. സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ATM കൗണ്ടർ ഇല്ലാത്തതു കാരണം ബുദ്ധിമുട്ടുകയാണ്. ഗൂഗിൾ പേ ചോദിക്കുന്നത്, അപ്പോൾ ഗൂഗിൾ പേ ഇവിടെ ATM അടുത്ത് ഇല്ല. കരുനാഗപ്പള്ളി വരെ പോകണം. കരുനാഗപ്പള്ളി പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നാൽ ആ ബുദ്ധിമുട്ട് പാസഞ്ചർ അറിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ATM അത്യാവശ്യം. അപ്പോൾ എത്ര വർഷമായി ഇതിങ്ങനെ പൂട്ടിയിട്ടിട്ട്? ഇപ്പം അല്ല 2 വർഷമേ ആകത്തുള്ളൂ. റെയിൽവേ എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ATMകാർ വരാൻ ആരും നിർബന്ധമില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. റെയിൽവേ അടയ്ക്കത്തില്ല, മനസ്സിലായേ? ഇത് തുടങ്ങുന്നവർ വേണം കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും യാത്രക്കാർക്ക് പണമെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സ്റ്റേഷനിൽ ATM കൗണ്ടർ സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ATM കൗണ്ടർ SBI കൈയൊഴിഞ്ഞ നിലയിലാണെന്ന് ഓട്ടോ ഡ്രൈവർ നിസാർ പറഞ്ഞു. ATM ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊരു വളരെ വലിയ ബുദ്ധിമുട്ടാണ്. യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഒരാൾ ഒരു ATM ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പുറത്തോട്ട് പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ അപ്പുറത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവിടെ പൈസ ഇല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ നമ്മളായിരിക്കും അന്ന് വഴക്ക് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ATM ഉണ്ടായിരുന്നു. ഈ ATM ഉള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ATM അടച്ചു പൂട്ടുകയും അടച്ചു പൂട്ടി അതങ്ങ് പോവുകയും ചെയ്ത്. പിന്നെ ആൾക്കാരെല്ലാം ATM ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലർക്ക് ഗൂഗിൾ പേ കാണത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി സംഭവം. എത്ര വർഷമായി ഇതിങ്ങനെ കിടക്കുന്നു? ഇതൊരു 2-3 കൊല്ലം. കോവിഡിന് ശേഷം ഈ ATM പ്രവർത്തിച്ചിട്ടില്ല. കോവിഡ് കഴിഞ്ഞതിൻ്റെ അതിന് ശേഷം ആ കോവിഡോട് അവസാനിച്ചതാണ്. അതിനുശേഷം ഈ ATM പ്രവർത്തിച്ചിട്ടില്ല. വിവിധ സ്വകാര്യ ഏജൻസികൾ മിക്കയിടങ്ങളിലും ATM കൗണ്ടറുകൾ സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ റെയിൽവേയും ജനപ്രതിനിധികളും മുൻകൈയെടുത്ത് ഉപയോഗശൂന്യമായ ATM കൗണ്ടർ പ്രവർത്തന സജ്ജമാക്കണം.